ഇത് വളരെ മനോഹരമാണിത്. ഇതിന് പുതുതായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് സിമെൻറ്റൊക്കെ പൂശി എടുത്തിട്ടുണ്ട്. ആ പുരാണത്തിലുള്ള നമ്മുടെ മാർക്കണ്ഡേയ ഋഷിയുടെ ഒക്കെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരിയുടെ ഘാട്ടാണെങ്കിലും ഇവിടെ ഇപ്പം ഒരു അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ പുതുതായിട്ട് സിമെൻറ്റൊക്കെ പൂശി കുറേയൊക്കെ നിലനിർത്തിയേക്കുവാണ്. എന്തായാലും ഈ ജലം എവിടുന്ന് വരുന്ന പോലും അറിയത്തില്ല. അത്രയും പവർഫുള്ളായിട്ട് ഇതിനകത്ത് കണ്ടോ, ഇത്രയും നല്ല ഒന്നാമത്തെ ജലമാണ്. ഇതിനകത്ത് എന്തോ കമ്പും ഇതൊക്കെ വീണ് കിടപ്പുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ജലം വന്ന് എപ്പോഴും നിറയുന്നു, ഇവിടുന്ന് വെളിയിലോട്ട് ഒഴുകുന്നു. അത്രയും അറിയാം നമുക്ക്. ഒഴിച്ച് മനസ്സിലാക്കുന്നത് അറിയുന്നത് എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജലം വെളിയിലോട്ടും ഇതുണ്ട്. ഇവിടുന്ന് പമ്പ് ചെയ്ത് വെള്ളമൊക്കെ എടുക്കുന്നതാണ്. ഇഷ്ടംപോലെ വെള്ളം എടുക്കുന്നുണ്ട്. എത്ര എടുത്താലും എപ്പോഴും ഇങ്ങനെ നിറക്കിടക്കും. ഏത് വേനലിലും മറ്റത്തില്ല. ഇത്ര ഒരു പുണ്യ സ്ഥലമായിട്ടാണ്. ഗുരുജി അവിടെ ഇരിക്കുകയാണ്. മഹാഗുരുജി, നമ്മുടെ ഗുരുജി ഇതാ കണ്ടോ, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സാന്നിധ്യത്തിൽ അല്പസമയം ഇരിക്കുകയാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.